നമസ്കാരം. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളുള്ള സൗഭാഗ്യം വർദ്ധിപ്പിക്കുവാൻ നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗത്തും അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അപ്ലൈ ചെയ്യേണ്ട ഒരു ടൂളിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഫെങ്ഷി ടിപ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമ്പട കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ എനിക്ക് ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യൂ. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം, വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെ പ്രശ്നപരിഹാരം ചെയ്യാം. ഇതിനകത്ത് ഫെങ്ഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തിട്ടാണ് എനർജി ലെവൽ കറക്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്ന ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷിയാണ്. ഫ്ലൈയിങ് സ്റ്റാർ എന്ന് പറയുമ്പോൾ 20 വർഷത്തേക്കുള്ള കറക്ഷനാണ്. ഇനി പീരീഡ് 9 ആയി വരികയാണ്. ഫെബ്രുവരി 3 കഴിയുമ്പോൾ പീരീഡ് 9 ആവും. ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഇതാണ് പീരീഡ് 9. പീരീഡ് 9ൽ തെക്കും അതേപോലെ തന്നെ വടക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി വരുന്ന സ്ഥലങ്ങൾ. ആ 20 വർഷത്തേക്ക് പുതിയ വീടൊക്കെ വയ്ക്കുമ്പോൾ പീരീഡ് 9ൽ വയ്ക്കാൻ ശ്രമിക്കുക. ഏറ്റവും നല്ല ഒരു 8ഉം 9ഉം ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വർഷങ്ങളെന്ന് വെച്ചാൽ ആ പീരീഡുകളാണ്. ഓക്കെ, ഫെങ്ഷുയെ കുറിച്ചിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെന്നെ ചോദിച്ചോട്ടോ. കാരണം ഫെങ്ഷുയിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ തലവര തന്നെ മാറ്റാനുള്ള കഴിവുള്ള അത്രയും പവർഫുള്ളാണ് ഫെങ്ഷു. കാരണം അതിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നല്ല നോക്കി കണ്ട് തലനാരിഴ കീറി പരിശോധിച്ച് കാര്യങ്ങൾ ചെയ്ത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ ഒരു മിറാക്കിളാണ്. അത്രയും വളരെ ഫാസ്റ്റായിട്ടാണ് നമുക്കതിൻ്റെ ഫലം ഉണ്ടാകുന്നത്. ഇന്നലെ തന്നെ ഞാനൊരു കൊട്ടാരക്കരയ്ക്ക് അടുത്തൊരു വീട് പോയി നോക്കി എന്ന് പറയുന്നത് ഏകദേശം ഒരു 5000 സ്ക്വയർ ഫീറ്റിന് പുറത്തുള്ളൊരു വീടാണ്. പണി 4 വർഷമായിട്ട് ബ്ലോക്കായി കിടക്കുക. ചെന്ന് നോക്കുമ്പോഴാണ് അതിനകത്തുള്ള ഒന്ന് അവിടെ ഇടിച്ചു അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ചെന്ന് നോക്കുമ്പോഴാണ് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുമ്പോൾ അവിടെയുള്ള നെഗറ്റീവ് എനർജിയാണ്. പിതൃദോഷം എന്ന് പറയാൻ പറ്റത്തില്ല. അത്രയും ഹൈലി പവർഫുള്ളായിട്ടുള്ളൊരു നെഗറ്റീവ് എനർജി അവിടെ നിൽക്കുന്നത്. അതാണ് പണിയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അതിൻ്റെ പരിഹാരം അവർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ഓരോ വീടുകളിലും നമ്മൾ എത്ര സാമ്പത്തികം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമുക്ക് ചില വീടുകൾ തുടങ്ങുമ്പോൾ നമുക്ക് തടസ്സം വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്നത് ഒന്നുകിൽ ആ ഭൂമിയിൽ എന്തെങ്കിലും ദോഷം ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ആ ഭൂമി അല്ലെങ്കിൽ ആ പ്ലാന് നമുക്ക് സൂട്ടബിൾ അല്ലാതിരിക്കാം, അല്ലെങ്കിൽ ആ ഡയറക്ഷൻ നമുക്ക് സൂട്ടബിൾ അല്ലാതിരിക്കാം. അപ്പം ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുമ്പോഴേ ഗ്രഹനാഥനും ഗ്രഹനാഥയ്ക്കും സൂട്ടബിളാണോ എന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഒരു വീട്ടിൽ 4 ദിശകൾ 4 കോണുകളുണ്ട്, ടോട്ടൽ 8 എണ്ണം. ഇതിൽ ഒരു വ്യക്തിക്ക് 4 മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ, 4 നെഗറ്റീവ് എനർജി കിട്ടുന്നത്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഉള്ള ഭാഗത്ത് വേണം വീടിൻ്റെ ഡയറക്ഷൻ വരേണ്ടത്. ഓരോ കാര്യങ്ങൾ നമ്മൾ ആ രീതി അനുസരിച്ച് നമ്മൾ പ്ലാൻ തൊട്ട് തുടങ്ങിയാൽ ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. വിഷയത്തിലോട്ട് കിടക്കാം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും. നിങ്ങളുടെ നാളെ എന്ന് പറയുന്നത് 2024 ജനുവരി മാസം 17-ാം തീയതി 1199 മകരമാസം 3-ാം തീയതി ബുധനാഴ്ചയാണ്. ബുധനാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ 6:44 സൂര്യോദയം, വൈകുന്നേരം 6:18 സൂര്യാസ്തമയമാണ്. രാഹുലം വരുന്നത് 12:28 1:54 മധ്യേയാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:07 12:29 മധ്യേയാണ്. മുഹൂർത്തം വരുന്നത് 12:33 12:54 മധ്യേയാണ്. യമകണ്ഠ സമയം വരുന്നത് 8:10 9:36 മധ്യേയാണ്. അതേപോലെ തന്നെ ഗുളികൻ ഉദയം വരുന്നത് 11:02 12:28 മധ്യയാണ്. ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. രേവതി നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസവും കൂടിയാണ് ബുധനാഴ്ചത്തെ ദിവസം. ബുധനാഴ്ചത്തെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഗൃഹനിർമ്മാണം ആരംഭിക്കാം, കൃഷി ആരംഭിക്കാം, അതിനൊക്കെയുള്ള മണ്ണൊരുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ്. വിവാഹവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങുവാനും യാത്രയ്ക്കൊക്കെ നല്ലതാണ്. ദൂരയാത്രയൊക്കെ പോവുകയാണെങ്കിൽ ബുധനാഴ്ച ദിവസം ഏറ്റവും നല്ലൊരു ഇതാണ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസം ഒക്കെ നമുക്ക് തുടങ്ങുവാൻ അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലൊക്കെ പ്രവേശിക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം ബുധനാഴ്ച. മരുന്ന് നിർമ്മാണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചില ആയുർവേദ മരുന്നുകൾ സമയം നോക്കിയിട്ടൊക്കെ നിർമ്മിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ നിർമ്മിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. എന്തുകൊണ്ടും നല്ലൊരു ദിവസമാണ് ബുധനാഴ്ചത്തെ ദിവസം. നാളത്തെ ദിവസം നല്ല ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യുക. പുതിയ വീട് എടുക്കുക, പുതിയ വീട് മാറുക, വാടക വീട്ടിലോട്ട് പുതിയതോട്ട് പോവുക, അല്ലെങ്കിൽ വസ്തു വാങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വാഹനം വാങ്ങുവാനൊക്കെ ഉള്ളത് ഏറ്റവും നല്ലൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം. നാളത്തെ ദിവസം അപ്പം അതിൽ തന്നെ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടത്തൂർ ദോഷം, വസൂഞ്ചക ദോഷം, കരിനാൾ ദോഷം, പെരുന്നക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ
വസുപഞ്ചക ദോഷമുണ്ട്. വസുപഞ്ചക ദോഷം നമുക്ക് എല്ലാ പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട്, ഈ പിതൃദോഷങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് നോക്കി അതിൻ്റേതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാകും. നമുക്ക് മറ്റന്നാളത്തെക്കുറിച്ച് നോക്കാം. 2024 ജനുവരി മാസം 18-ാം തീയതി 1199 മകരമാസം 4-ാം തീയതി വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:44 സൂര്യോദയം, വൈകുന്നേരം 6:19 സൂര്യാസ്തമയമാണ്. രാഹുകാലം 1:54 3:20 മധ്യം രാഹുകാലം. കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ രാഹുകാലം ഇത്ര മണിക്കില്ലേ, കലണ്ടറിൽ ഇത്ര മണിക്കില്ലേ കാണിക്കുന്നതൊക്കെ ചോദിക്കുന്നത്. നമ്മൾ ഉദയം അനുസരിച്ചാണ് രാഹുകാലം കാൽക്കുലേറ്റ്, അതായത് കുളിയൻ ഉദയം, എല്ലാ കാൽക്കുലേറ്റും ഉദയം അനുസരിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്. അഭിജിത്ത് മുഹൂർത്തം 12:08 12:29 മധ്യയാണ്. മുഹൂർത്തം വരുന്നത് 12:33 12:54 മധ്യയാണ്. യമകണ്ഠ സമയം വരുന്നത് രാവിലെയാണ് 6:44 8:10 മധ്യയാണ് യമകണ്ഠ സമയം. ഗുളിയൻ ഉദയം വരുന്നത് 9:36 11:02 മധ്യയാണ് ഗുളിയൻ ഉദയം വരുന്നത്. നമുക്ക് ദിവസത്തെക്കുറിച്ച് നോക്കാം. അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രവും വ്യാഴാഴ്ചയും കൂടി ആയിട്ടുള്ള ദിവസമായതുകൊണ്ട് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ല ഒരു ഇതാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യാഴാഴ്ചത്തെ ദിവസം നമുക്ക് എന്തെങ്കിലും പരിഹാരക്രിയകൾ ചെയ്യുവാനും കൂടെ പറ്റിയിട്ടുള്ള ദിവസമാണ്. തന്ത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ശത്രുസംഹാര പൂജകളോ അങ്ങനെയുള്ള പിതൃദോഷ പരിഹാര പൂജകളോ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസം കൂടിയാണ് വ്യാഴാഴ്ചത്തെ ദിവസം. മാത്രമല്ല നൃത്തത്തിനും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തുടങ്ങുവാൻ പറ്റിയിട്ടുള്ള, എന്തെങ്കിലും പഠിക്കുവാനൊക്കെ തുടങ്ങുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് അന്നത്തെ ദിവസം. അതിൽ യാത്രയ്ക്ക് നല്ലൊരു ദിവസമാണ്. ആഭരണങ്ങൾ ഉണ്ടാക്കുവാനും എന്തെങ്കിലും വിദ്യാരംഭം ചെയ്യുവാനും ശില്പ കാര്യങ്ങൾ നിർമ്മിക്കുവാനും വിവാഹത്തിനും എല്ലാം നല്ലൊരു ദിവസം കൂടിയാണ് ഈ പറയുന്ന വ്യാഴാഴ്ച ദിവസം. ഗുരു, ജ്ഞാനം, അറിവ് എന്നിവയുടെ ദിവസം കൂടിയാണ് വ്യാഴാഴ്ചത്തെ ദിവസം. അപ്പം ഈ ബുധനാഴ്ച ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തിയത് ഏറ്റവും നല്ലതാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണു സ്വാമി ക്ഷേത്രം ദർശനം നടത്തുന്നത് ഏറ്റവും നല്ല, അല്ലെങ്കിൽ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടതുളി ദോഷം, വസുവഞ്ചക ദോഷം, കരിനാർ ദോഷം, ബലിദോഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവർ അകന്നാൾ ദോഷമുണ്ട്. അകന്നാൾ ദോഷം എന്ന് പറയുമ്പോൾ ഉത്രാടം, രേവതി എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷമുള്ളതും. നേരത്തെ പറഞ്ഞു, പിതൃദോഷങ്ങളൊക്കെ വ്യക്തമായിട്ട് നമ്മൾ നോക്കിയാലുള്ള പരിഹാരം ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിറക്കുന്ന തലമുറകളെയാണ് അത് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ടിപ്സിലോട്ട് നമുക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് സൗഭാഗ്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതിനെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്, അതിനെ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് എന്തൊക്കെ ഫെങ്ഷുയുടെ ടൂളുകൾ ഏതൊക്കെ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വർദ്ധിപ്പിക്കാൻ പറ്റും എന്ന് നോക്കുന്ന രീതിയാണ്. അതിനകത്ത് ഇപ്പം ഇന്ന് പറയുന്നത് ഹോഴ്സ് ഷോ ആണ്. അത് കുതിരലാടം ആണ് വയ്ക്കുന്നത്. കുതിരലാടം എല്ലായിടത്തും കിട്ടും. ഉപയോഗിച്ചതാണ് വെക്കേണ്ടത്. ഉപയോഗിച്ചെന്ന് വെച്ചാൽ ഈ കുതിരകളുടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. ഒരു 2 മാസം 3 മാസമൊക്കെ ഉപയോഗിച്ചിട്ട് എല്ലാ പ്രാവശ്യവും ഒരു ലാടം മാറ്റും. അല്ല, കുതിരലാടം കിട്ടുമെങ്കിൽ നിങ്ങളുടെ വീട് വടക്ക് ദർശനമാണെങ്കിലോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ദർശനമാണെങ്കിലോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ദർശനമാണെങ്കിൽ പോലും ആ കുതിരലാടം നിങ്ങളുടെ വാതിലിൻ്റെ മുകളിൽ കട്ടളയിൽ യു ഷേപ്പിൽ വയ്ക്കുക. യു ഷേപ്പിൽ വയ്ക്കുമ്പോൾ സൗഭാഗ്യം വന്നു കയറുകയും ഉള്ള സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോവാതെയും ശ്രദ്ധിക്കും. നിങ്ങളുടെ വീടിൻ്റെ ദർശനം കിഴക്കായിക്കോട്ടെ പ്രശ്നമല്ല, വടക്ക് ഡോറിൽ അത് വയ്ക്കാം, അല്ലെങ്കിൽ പടിഞ്ഞാറ് ഡോറിൽ വയ്ക്കാം, അല്ലെങ്കിൽ തെക്കായിക്കോട്ടെ അതിൽ വയ്ക്കാം. പക്ഷെ കിഴക്ക് ഭാഗത്ത് മെയിൻ ഡോറിൽ ഒരിക്കലും കുതിരലാടം വയ്ക്കരുത്. ഇങ്ങനെ കിഴക്കും തെക്ക് കിഴക്കും ഡോർ വരുന്നവർക്ക് കുതിരലാടം വയ്ക്കാൻ പാടില്ല. അതേപോലെ തന്നെ തെക്കും കുതിരലാടം മെറ്റലാണ്, അവിടുത്തെ അഗ്നിയാണ് ധാതു വരുന്നത്. അത് ഒരു ലിങ്ക് കിട്ടുമെങ്കിലും അത് അധികം അവിടെ യൂസ് ചെയ്യാറില്ല. പടിഞ്ഞാറ് ഭാഗത്ത് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ വടക്ക് ഭാഗത്ത് നമുക്ക് മെറ്റൽ ഉപയോഗിക്കാം. അപ്പം ഈ കുതിരലാടം യു ഷേപ്പിലാണ് വയ്ക്കേണ്ടത്. പിന്നെ പറ്റുമെങ്കിൽ 6 റോഡ്സിൻ്റെ വിൻചെയിംസ് കിട്ടും. വിൻചെയിംസ് 6 പൈപ്പിൻ്റെ വിൻചെയിംസ് കിട്ടുമ്പോൾ അത് വാങ്ങിച്ചിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊന്ന് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്രാവശ്യമൊക്കെ ഏറ്റവും നല്ല എനർജി വരുന്ന സ്പേസാണ് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം. അതവിടുത്തെ എനർജി നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുതിരലാടം കിട്ടുമെങ്കിൽ നിങ്ങളൊരു കാര്യം, നിങ്ങളുടെ വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടും ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല. ആ ഭാഗത്ത് ഒന്നുകിൽ വടക്ക് ഭാഗത്തുള്ള വാതിലുണ്ടെങ്കിൽ, കിച്ചൻ്റെ വാതിലൊക്കെ വടക്ക് ഭാഗത്ത് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് വാതിലുണ്ട്, അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വാതിലുണ്ടെങ്കിലോ നിങ്ങൾ ആ ഒരു കുതിരലാടം വാങ്ങിച്ചിട്ട് ആ കട്ടളയുടെ മുകളിൽ, അല്ലെങ്കിൽ ജനാല ആയിക്കോട്ടെ ജനാലയുടെ മുകളിൽ യു ഷേപ്പിൽ ഒന്ന് ആണിയടിക്കാനൊക്കെ സൗകര്യമുണ്ട്. 2 ആണിയടിച്ച് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ വളരെ നല്ല സൗഭാഗ്യം നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരും. അത് നഷ്ടപ്പെട്ടു പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും കുതിരലാടത്തിന് കഴിയും. ഇത് പണ്ട് മുതലൊക്കെ
വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കുതിര. ഇന്ത്യയിലും ചൈനയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കുതിരലാടം. അപ്പം അത്രയും പവർഫുള്ളായിട്ടുള്ള സാധനമാണ് ഈ കുതിരലാടം എന്ന് പറയുന്നത്. ഹേർഡ് ഷൂ എല്ലായിടത്തും കിട്ടും, എല്ലാ മാർക്കറ്റും കിട്ടും. കിട്ടിയില്ലെങ്കിൽ എന്നാന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് എല്ലാ ആവശ്യക്കാർക്ക് ഞാൻ എത്തിച്ചു. നമ്മളെ കിട്ടുന്ന ഒറിജിനൽ ഐറ്റം മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഈ കുതിരലാടം പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊന്ന് വാങ്ങിച്ചു വയ്ക്കൂ. ഏതായിരുന്നാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് വാട്സാപ്പ് ചെയ്യണം. കാരണം വെച്ചാൽ പല ആൾക്കാരും എൻ്റെ മോളുടെ നക്ഷത്രം ഇന്ന, എൻ്റെ നക്ഷത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും കമൻറ്റ് നോക്കാറില്ല, കാരണം തിരക്കായതുകൊണ്ട് നോക്കാൻ സമയമില്ല. എനിക്ക് വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമുക്കത് നോക്കാൻ പറ്റും. അതിൻ്റേതായ മറുപടി എനിക്ക് തരാൻ പറ്റും. മറ്റേ എപ്പോഴും എനിക്ക് മറുപടി കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്, കാരണം ചില സമയത്തൊക്കെ തിരക്കായതുകൊണ്ടാണ്. മറ്റേ വാട്സാപ്പിലാണെങ്കിൽ എപ്പോഴും ഞാൻ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വാട്സാപ്പ്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9746333356 എന്നുള്ള വാട്സാപ്പ് നമ്പറിലോട്ട് അയച്ചോളും. പിന്നെ ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം ഞാൻ ദുബായിൽ വരുന്നുണ്ട്. ദുബായിലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് വീട് നോക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റ് നോക്കണമെങ്കിൽ, UAE ഫുൾ ആരാണ് എവിടെയുള്ളതെന്നൊന്നും കുഴപ്പമില്ല, നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ എനിക്ക് ആ നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്യും. ആ 9746333356 എന്ന് പറഞ്ഞ നമ്പറിൽ തന്നെയാണ് എൻ്റെ ബോട്ടിംഗ് ഉള്ളത്. അതിലോട്ട് വിളിക്കുകയോ ചെയ്താൽ മതി. നമുക്ക് ഡിസ്കസ് ചെയ്തതിനു ശേഷം ഞാൻ അവിടെ വരുമ്പോൾ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരാം. പിന്നെ ഇന്ന് ഞാൻ ബാംഗ്ലൂർ പോകാൻ തയ്യാറായിരിക്കുകയാണ്. ഇന്ന് മിക്കവാറും ബാംഗ്ലൂരായിരിക്കും. ബാംഗ്ലൂർ പോയിട്ട് കണ്ണൂർ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഏതായിരുന്നാലും നിങ്ങൾ ആ ഭാഗത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.